സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. 3D തന്നെ എക്സ്പീരിയൻസ്, 3Dയും 2Dയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കും. അതിൽ 3D എടുത്ത് വരണം, 3D തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നും പറയാനില്ല, കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. 3 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ട്രിപ്പിൾ റോളൊക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് മറ്റേ ക്യാരക്ടറിലോട്ട് പോകുമ്പം മുൻപ് ചെയ്ത ക്യാരക്ടറിൻ്റെ ഷെയ്ഡ് ഈ ക്യാരക്ടറിൽ വരാൻ പാടില്ല, വന്നിട്ടേയില്ല. ഞാനേ സിനിമയ്ക്ക് പോകണേ, അജയൻ്റെ 2ാം മോഷണം. അപ്പോൾ അമ്മച്ചനോട് പറഞ്ഞിറങ്ങി. അവിടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിട്ടൻ്റെ കൂടെയാണ്. ആൻഡ്രോയിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സിനിമയ്ക്ക് പോയ സമയത്ത് എൻ്റെ ഇവിടെ വീട്ടിൽ കൊണ്ടുവിട്ടത് ആൻഡ്രോയിട്ടനാണ്. അന്നോട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടം അല്ലേ, ഫ്രണ്ട്സാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ആൻഡ്രോയിട്ടൻ്റെ കൂടെ അതെ പോവാണ്. ഇപ്പോൾ വനിത തിയേറ്ററിലോട്ടാണ് പോകുന്നത്, സിനിമ കാണാൻ പോകണം. അതെ അതെ എല്ലാവർക്കും അതെ. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സുഖമാണ്, അങ്ങനെ പോണു. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ജീവിതമായിട്ട് പ്രാരാബ്ദങ്ങൾ അത് തീരൂല്ലല്ലോ. ഞാൻ തുടങ്ങിയിട്ട് ഇത് 79 ലൈസൻസ് എടുത്ത ആളാണ്. ഇപ്പോഴും ഓട്ടം നിർത്തിയിട്ടില്ലേ? ഓട്ടം നിൽക്കാൻ പറ്റൂലല്ലോ, കാരണം നമ്മളൊന്ന് കഴിയുമ്പോൾ ഞാനിപ്പോ ഈ കാറ് തന്നെ ഇയോൺ ഉണ്ട്, ഓൾട്ടോ ഉണ്ട്, റിക്സ ഉണ്ട്, ഡിസയർ ഉണ്ട്, വാഗനാർ ഓടിച്ചിട്ടുണ്ട്, പിന്നെ പുറത്ത് ഫോറിൻ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിലും അതിൽ നിന്നില്ല. ഇപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പിന്നെ കിടന്നു ഓടിയാൽ നമുക്ക് വീട്ടിലേക്ക് 1000-900 കൊണ്ടുപോകാം, ചെലവെല്ലാം. അതിപ്പോ നമ്മൾ ഓൺലൈൻ വണ്ടിയിൽ മുമ്പ് നമ്മൾ ട്രാവൽസിൽ ഓടുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് ചിലപ്പോൾ ആലപ്പുഴ ആയിരിക്കാം, ചങ്ങനാശ്ശേരി ആയിരിക്കാം, കോട്ടയം ആയിരിക്കാം. അവരെ കൊണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1000 ഇല്ലാണ്ട് ഇരിക്കും. പിറ്റേ ദിവസം ഓട്ടമില്ലെങ്കിൽ ആ കാശ് ചിലവാകും. ഇപ്പൊ റെഗുലറായിട്ട് നമുക്ക് ഇതിൻ്റെ അതെന്ന് പറയുന്നത് നമുക്ക് ഒരു 1000 ഒപ്പിക്കാന്നുള്ളൊരു ധൈര്യമുണ്ട്. 15 മണിക്കൂറോ 16 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് കിടക്കണം. അപ്പോൾ സെൻറ്റർ വട്ടം കിട്ടി അത് നമ്മൾ പേഴ്സണലായിട്ട് കൂട്ടും, വേറെ ഊബറിൽ തുറന്ന് നോക്കും, അതെടുക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇതിന് ഒരു പിന്നെ ഒഴിവില്ല. ഒഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലയിടത്തും ഓൺലൈനിൽ കിടക്കുമ്പോൾ റെസ്റ്റ് കിട്ടണത് ഓട്ടോ ഇല്ലാണ്ട് വരുമ്പോഴുള്ള ഒഴിവേ ഉള്ളു, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. കാണാം. ബൈ. അപ്പം നമ്മളത് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടേ. പാവം കേട്ടോ, കൂടുതലൊന്നും മേടിച്ചില്ല. ഈ ഊബറിന് സാധാരണ ഞാൻ വരുന്ന സമയത്ത് 200-250 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. അപ്പോൾ ആ പൈസ പുള്ളി മേടിച്ചിട്ടില്ല. പുള്ളി വീട്ടിൻ്റെ അവിടെ നിന്ന് ഓടി വന്ന കങ്കരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നാണ്. എന്താ 11 മൂത്രത്തിൻ്റെ മണം അവിടെ. അയ്യേ എത്താൻ തുടങ്ങി ഗൈസ്. സ്ക്രീൻ 3 ഞാൻ കയറുമ്പോൾ കുറച്ച് നേരം കട്ടിങ് ആണ്. ടിക്കറ്റ് കാണിക്കണമല്ലോ. ടിക്കറ്റ് കാണിക്കണ്ടേ? അപ്പം നമ്മളങ്ങനെ 3D ഗ്ലാസ്സൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നു. അതൊക്കെ മേടിച്ച് നമ്മൾ സീറ്റ് അന്വേഷിച്ചെടുക്കുക. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ സീറ്റ് കണ്ടുപിടിക്കലാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളിന് ശേഷം, ഒരു 3-4 വീഡിയോയ്ക്ക് ശേഷം, പാതി വെളിച്ചത്തിലൂടെ ഞാനെന്ന സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ റോയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് സീറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, റോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നിട്ട് തന്നെ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. കാരണം ഞാൻ നമ്പർ 7 ആയിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കണ്ടുപിടിച്ചു. അതാണ്. അപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, ബട്ട് ഞാനത് സെറ്റാക്കി എടുത്തു. ഓക്കെ. അപ്പോൾ ഏതായാലും സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. 3D ഗ്ലാസ് കിട്ടി. ഇപ്പം ഞാൻ ആ ഗ്ലാസ് എടുത്തിടും. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ തംബ്നെയിലിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ട പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചറിന് വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തത്. പിന്നെ അത് വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയത് മാത്രം.
ഇതിപ്പോൾ ഞാൻ ചുമ്മാ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരു മാ മേടിക്കാൻ വേണ്ടിയിട്ടേ. ഭയങ്കര ദാഹമായിരുന്നു. അധികം റേറ്റൊന്നുമില്ല, 50 രൂപയേ ഉള്ളൂ. ഈ മോളുകളിലും മറ്റും പോയി കഴിയുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇവിടെ അധികം റേറ്റ് ആയില്ല, ജസ്റ്റ് ഒരു 50 രൂപയേ ഉള്ളൂ. അവിടെ ഇപ്പോഴും എനിക്ക് സീറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടി. അവിടെ ഈ നമ്പറിന് ടെക്സ്ചറുണ്ട്, നമ്മൾ തൊടുമ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ഫീൽ ചെയ്യും. അതാണ് ഞാൻ തൊട്ട് നോക്കുന്നത്. എനിക്ക് വേണം ഈ ഭാഗം കട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഭാഗം അങ്ങനെ തന്നെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതാണ് അത് ഈ വെളിച്ചം കുറവായതുകൊണ്ടേ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല, പിന്നെ കണ്ടുപിടിച്ച് നോക്കി അങ്ങ് ഇരുന്നു. ഏത് അതാണ് സാരമില്ലടേ, ഇതൊക്കെയാണടേ അതിൻ്റെ ഒരു രീതി. ഇതിപ്പോൾ സാധാവം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ്, അത്ര തന്നെ. ഞാൻ വനിതാവിൻ്റെ നേരാണ് സിനിമ കാണാൻ വന്നത് കേട്ടോ. യാത്രി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചുമ ശരിക്കും മാറിയിട്ടില്ല, അതുകൊണ്ട് കിച്ച് തോന്നി. സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. 3D തന്നെ എക്സ്പീരിയൻസ്, 3Dയും 2Dയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കും. അതിൽ 3D എടുത്ത് വരണം, 3D തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നും പറയാനില്ല, കിട്ടുക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസാണ്, ഒന്നും പറയാനില്ല. കിട്ടുക്കൻ സാധനം, അടിപൊളി. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അജയൻ്റെ 2ാം മോഷണം ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. 3D എലമെൻറ്റ്സ് ആണ് കൂടുതൽ. നമ്മളിങ്ങനെ 3D ഗ്ലാസ്സൊക്കെ വെച്ചിരുന്ന് കാണുമ്പോഴേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയാവേ, ഇതേ കാറ് വരുന്നുണ്ട്. ഞാൻ എഴുത്ത് കാണാൻ പറ്റും. ആ, ഈ ദൂരം കൂടുന്തോറേ കാഴ്ചക്ക് പ്രശ്നം വരും. വണ്ടി വന്നത് കണ്ടായിരുന്നു, പക്ഷെ എങ്ങോട്ടാ പോയെന്ന് പിന്നെ ഞാൻ കണ്ടില്ല. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ചു. ടോവിനോട് അഭിനയം ഒന്നും പറയാനില്ല. സത്യത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മാസ് ക്ലാസ്, അത്രയും ചെയ്യുമ്പോൾ എനിക്ക് പറയാം. കാരണം 3 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ട്രിപ്പിൾ റോളൊക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് മറ്റേ ക്യാരക്ടറിലോട്ട് പോകുമ്പം മുൻപ് ചെയ്ത ക്യാരക്ടറിൻ്റെ ഷെയ്ഡ് ഈ ക്യാരക്ടറിൽ വരാൻ പാടില്ല, വന്നിട്ടേയില്ല. അപ്പോൾ ഇതിനകത്തൊരു കഥാപാത്രത്തിൻ്റെ പാരമ്പര്യമായിട്ട് മറ്റൊരു കഥാപാത്രം വരുന്നത്. ഇപ്പം മണിയൻ, അജയൻ, ഇതൊക്കെ ഒരു കഥാപാത്രമാണ്, ഇതൊക്കെ ഒരു പാരമ്പര്യത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മണിയൻ്റെ യാതൊരുവിധ ഷെയ്ഡ്സും അജയനിൽ ഇല്ല. അതിപ്പോൾ നമ്മൾ ഫൈറ്റ് സീക്വൻസ് നോക്കിയാലും മറ്റ് പല കാര്യങ്ങളെടുത്ത് നോക്കിയാലും ഈ മണിയൻ്റെ യാതൊരുവിധ സ്വഭാവ രീതികളും അജയനിലില്ല. ഒരേ പാരമ്പര്യമാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെയാണ് ഈ സിനിമയുടെ രീതി പോണത്. അപ്പം അത്രയും തന്മയത്വത്തോടുകൂടി അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം അഭിനയിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. കാണുവാണെങ്കിൽ 3D കാണാൻ ശ്രമിക്കുക. 2D കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 3D കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം.